സെലറ്റിസ്റ്റ് എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോയും സമരിയക്കാരി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. അവിടെ ഈ സ്ത്രീ ആരാധനയെ കുറിച്ച് പറയുകയാണ്. ഈശോ പറയുന്ന മനോഹരമായിട്ടുള്ളൊരു വചനമുണ്ട്. ഈശോ പറയുകയാണ്, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളാകട്ടെ അറിയുന്നതിനെ ആരാധിക്കുന്നു എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ആരാധിക്കുന്ന ദൈവത്തെ എനിക്ക് അറിയാം. ഈശോ ആ സ്ത്രീയോട് പറയുന്നുണ്ട്, ആ മലയിലോ ഈ മലയിലോ ആരാധിക്കാത്ത സമയം വരുന്നു, യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടതെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ആരാധിക്കുന്ന ദൈവവുമായിട്ട് ഒരു റിലേഷൻ എനിക്കുണ്ട്, അല്ലെ, എനിക്ക് അവനെ അറിയാം, അവൻ എന്നെ അറിയാം, അങ്ങനെ ഒരു ബന്ധം എനിക്കുണ്ട്. അതാണ് നമ്മുടെ ആരാധനയുടെ ഒരു പ്രത്യേകത. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്, ഞാൻ ആരാധിക്കുന്ന ദൈവവുമായിട്ട് എനിക്ക് നല്ലൊരു ബന്ധമുണ്ട്. ശരിക്കും നമ്മുടെ പ്രാർത്ഥനയുടെ ആത്മാവ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ബന്ധമാണ്, അല്ലെ, ഈ ദൈവവുമായിട്ടുള്ള ഈ റിലേഷനാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ആത്മാവ്. ഈ റിലേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഒരു ജീവനൊന്നും ഉണ്ടാവില്ല, ഒരു ആത്മാവൊന്നും ഉണ്ടാവില്ല. ചുമ്മാ നമ്മൾ എന്തൊക്കെയോ ഒരു അതര വ്യായാമം നടത്തുന്നു എന്നതിനപ്പുറത്ത് അതൊരു പ്രാർത്ഥനയായിട്ടൊന്നും മാറുന്നില്ല. മറിച്ച് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്ന പോലെ, ഈശോ പറയുന്നത് പോലെ, ഞാൻ ആരാധിക്കുന്നവനെ അറിയുമ്പോഴാണ്, അവനുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാകുമ്പോഴാണ് ആ പ്രാർത്ഥനയ്ക്ക് ആത്മാവ് ഉണ്ടാകുന്നത്, ജീവനുണ്ടാകുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ദൈവവുമായിട്ട് നല്ലൊരു അടുപ്പം ഉണ്ടാക്കിയെടുക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ടും